ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് നിന്നുള്ള പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് 2021 എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാമെന്നും അതിൻ്റെ റിസൾട്ട് പരമാവധി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യുന്നതിലൂടെ വ്യത്യസ്തമായ രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഡ് ശ്രദ്ധിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് ആ ഓരോ ട്രെൻഡിങ് ടോപ്പിക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ആഡിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ശ്രീജിത്ത് പ്രഭാകരൻ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ആഡായിട്ട് തോന്നാതിരിക്കുക. ഒരു പരസ്യം എന്നുള്ള ഒരു ഫീല് കൊടുക്കാതെ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മൾ നോർമലായിട്ട് ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ വരുന്ന വീഡിയോസും ഇമേജസും ഒക്കെ എങ്ങനെയുള്ളതാണ്, അതേ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആ ഒരു ഇമേജിനും അതിൻ്റെ ഒരു കണ്ടന്റിലും കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ഓർഗാനിക് ഒരു പോസ്റ്റായിട്ട് ആരോ ഇട്ടതുപോലെ തോന്നുമ്പോൾ നമ്മുടെ ഒരു നോർമൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ഒരു ശ്രദ്ധ അതിലേക്ക് പതിയും ഒരു കസ്റ്റമർക്ക്. എന്നാൽ ഫ്ലാഷി ഇമേജസും നമ്മുടെ എല്ലാവരും പരസ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന അതേ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ആഡാണെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ ആദ്യത്തെ ആ ഒരു സെക്കൻഡിൽ തന്നെ മനസ്സിലാവുകയും സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു നോർമൽ ഓർഗാനിക് ഒരു പോസ്റ്റിൻ്റെ അതേ ഒരു ലുക്ക് ആൻഡ് ഫീൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ പരസ്യത്തിന് ഉൾപ്പെടുത്താൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മുടെ കണ്ടന്റിൽ, അതായത് ആഡിൻ്റെ മുകളിലിടുന്ന കണ്ടന്റിലൊക്കെ ഇമോജീസ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ആഡിൻ്റെ കോണ്ടന്റിൽ നമ്മൾ ഇമോജീസ് ഉൾപ്പെടുത്തി നോക്കുക. ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഫാഷൻ, ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഇമോജീസ് കൂടുതലായിട്ട് ആഡ് കോപ്പിയിൽ ഇടുമ്പോൾ അവർക്ക് കോസ്റ്റ് വളരെ കുറവും കൂടുതൽ പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ആഡ് കോപ്പിയിൽ ഇമോജീസ് ആഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 2 ലൈനിൽ തന്നെ അല്ലെങ്കിൽ ടൈറ്റിൽ ടാഗിൽ എവിടെയെങ്കിലും ആയിട്ട് ഇമോജീസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. രണ്ടാമതൊരു പോയിന്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു പരസ്യത്തിൻ്റെ മുകളിൽ എഴുതുന്ന കണ്ടന്റിനെ കുറിച്ചാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ആൾക്കാർ അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെയൊക്കെ ഫോട്ടോസും നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകളും കടിച്ചാൽ പൊട്ടാത്ത മലയാളവും ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണോ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു 3 വരി അല്ലെങ്കിൽ 4 വരിയിൽ തീർക്കാൻ നോക്കുക. അല്ലാതെ ഒരു വലിയ പാരഗ്രാഫൊന്നും ഇപ്പോൾ വായിക്കാൻ ആർക്കും സമയവുമില്ല. അതുകൊണ്ട് ആദ്യത്തെ ഒരു 4 വരിയിൽ തന്നെ നിങ്ങൾ എന്താണോ ഒരു കസ്റ്റമറോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിയറായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് നോക്കാം. ഷോർട്ടർ വീഡിയോ ക്രിയേറ്റീവ്. അതെ, വീഡിയോ ആണ് ഇപ്പം ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും താരമായിട്ട് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസ് പോലുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സിൻ്റെ കടന്നു വരത്തും അതുപോലെ ഫേസ്ബുക്ക് ആഡ്സിൽ തന്നെ ഇമേജിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വീഡിയോക്കാണ് കൂടുതലുമായിട്ട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത് എപ്പോഴും ഒരു 30 സെക്കൻഡോ അതിൻ്റെ താഴെയോ നിലനിർത്താൻ ശ്രമിക്കുക. വലിയ ഡ്യൂറേഷനുള്ള വീഡിയോസും ചെറിയ ഡ്യൂറേഷനുള്ള വീഡിയോസും തമ്മിൽ ഒരുപാട് നടത്തിയിട്ടുള്ള അനാലിറ്റിക്സ് ഡാറ്റയുടെ റിപ്പോർട്ടുകൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആൾക്കാർ എപ്പോഴും ചെറിയ വീഡിയോസിനോടാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പരസ്യം വലിച്ചു നീട്ടാതെ ഒരു 30 സെക്കൻഡുള്ള ഒരു വീഡിയോയിലായിട്ട് ഒതുക്കി തീർക്കുവാൻ എപ്പോഴും ശ്രമിക്കുക. ഇനി നമുക്ക് അവസാനത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. കാഷ്വൽ ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്യുക. അതെ, നമ്മൾ സ്റ്റോക്ക് ഇമേജസും വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമേജസൊക്കെ നമുക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ടും ലഭിക്കാം. അതുപോലെ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് വെബ്സൈറ്റുകളും ഉണ്ട്. എന്നാൽ പല ഏജൻസികളും പുറത്തുവിടുന്ന ഡാറ്റ അനുസരിച്ചിട്ട് കാഷ്വലായിട്ട് ഉള്ള ഇമേജസിലുള്ള ആഡുകൾക്കാണ് കൂടുതലും ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത്. കൂടുതൽ കമൻറ്റ് വരുന്നതും കൂടുതൽ എൻക്വയറി ലഭിക്കുന്നതൊക്കെ നമ്മളൊക്കെ മൊബൈലിൽ എടുത്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഇമേജസ്, നമ്മുടെ ഓഫീസിൻ്റെ അകത്ത് നമ്മൾ തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇല്ലേ, നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ടുള്ള ഒരു ഇമേജ്, ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള
ഇമേജുകൾക്കാണ് ഫേസ്ബുക്ക് ആഡ്സിൽ സ്റ്റോക്ക് ഇമേജസ് അല്ലെങ്കിൽ ഫ്രീ ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആഡ്സിനേക്കാളും കൂടുതലായിട്ടുള്ള റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഏത് സോഷ്യൽ മീഡിയ പ്രൊഫൈലിലാണെങ്കിലും ശ്രദ്ധിക്കുക. ഈ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഒരു സജഷൻസ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് സപ്പോർട്ടിനെ കുറിച്ചിട്ടും ലൈവ് ക്ലാസ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വിളിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സ്റ്റേ സേഫ്.